എഴുന്നള്ളിയിരിക്കുന്നത് ശ്യാമമാണ്. ഇതിൻ്റെ യേശുദാസിനെ സമീപിച്ചു. ഇതിൻ്റെ കാസറ്റ് റൈറ്റ് ഇവരുടെ ഫ്രണ്ടായ ഉസ്മാൻ, രഞ്ജിനി ഉസ്മാനിന് കൊടുത്തു. ഇവർ പറഞ്ഞതനുസരിച്ച്. പക്ഷേ എൻ്റെ കഴിഞ്ഞ ചിത്രങ്ങളിലെല്ലാം കാസറ്റ് റൈറ്റ് കൊടുത്തത് തരംഗിണിക്കായിരുന്നു. യേശുദാസിൻ്റെ ഉടമസ്ഥയിൽപ്പെട്ട തരംഗിണിക്കായിരുന്നു. അപ്പോൾ തരംഗിണിക്ക് കാസറ്റ് കൊടുക്കാത്തത് കൊണ്ട് ദാസേട്ടൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു പറഞ്ഞു, ദാസേട്ടൻ ഇങ്ങനെ ഇവർ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അടുത്ത ചിത്രം തൊട്ട് തീർച്ചയായിട്ടും തരംഗിണിക്ക് കൊണ്ടോളാം എന്നോടെന്ന് പറഞ്ഞിട്ടും ദാസേട്ടൻ സമ്മതിച്ചില്ല. പക്ഷേ ഈ കാസറ്റ് ചിലവാണെങ്കിൽ ഈ യേശുദാസിൻ്റെ, അതായത് ദാസേട്ടൻ്റെ സൗണ്ട് ഉള്ളതാണെങ്കിൽ ഈ കാസറ്റ് വിറ്റഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ധർമ്മസംഘടനത്തിലായി. എന്തായാലും അന്ന് ഈ പാട്ടിനെ ട്രാക്ക് പാടിയത് ഉണ്ണിമേനോനായിരുന്നു. ഈ റെക്കോർഡിങ് സമയത്ത് ഒരാളെ കൊണ്ട് പാടിക്കും, എന്നിട്ട് ആ സൗണ്ട് ട്രാക്ക് മാറ്റിയിട്ട് ദാസേട്ടൻ വരുമ്പോൾ അവൈലബിൾ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാടിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പാട്ടാക്കും. അങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. അപ്പം ഉണ്ണിമേനോൻ്റെ പാട്ട് നമ്മൾ പാടിയിട്ട് നന്നായിട്ടുണ്ട്. പക്ഷേ ദാസേട്ടൻ്റെ സൗണ്ടുമായിട്ട് അത്ര ഒക്കുന്നില്ല. വീണ്ടും വേണുഗോപാലിനെ കൊണ്ട് പാടിച്ചു. വേണുഗോപാലും പാടി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത്ര തൃപ്തി വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മർക്കോസ് ഏകദേശം വന്ന് യേശുദാസിൻ്റെ സൗണ്ടിൽ തന്നെ പാടുന്ന, യേശുദാസിൻ്റെ ഗാനങ്ങൾ പാലിച്ചും നമ്മുടെ ഗാനങ്ങളിലൊക്കെ പ്രശസ്തി നേടിയ ആളാണ്. അങ്ങനെ കൊല്ലത്ത് നിന്നും മർക്കോസിനെ വിളിച്ച് ഈ പാട്ട് പാടിച്ചു. ദാസേട്ടൻ്റെ സൗണ്ടാണെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. നമ്മൾ പേരൊന്നും വെച്ചില്ല. അങ്ങനെ ഒരു സന്ദർഭം. അപ്പം ഇതൊരു മലയാള സിനിമയിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായി. അങ്ങനെ ഈ പുതിയ ഗായകരെ മുമ്പോട്ട് കൊണ്ടുവരാൻ തടസ്സമായിട്ട് നിന്നത് ഈ ദാസേട്ടനാണ്. കാരണം ദാസേട്ടൻ്റെ സൗണ്ടിനുള്ളിൽ എല്ലാവരും കീഴ്പോട് അലിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പ്രിയദർശൻ MG സുകുമാറിൻ്റെ എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ പലരും ഈ യുവ ഗായകർക്കൊക്കെ പിന്നീട് നല്ല അവസരങ്ങൾ കിട്ടി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ദാസേട്ടൻ തന്നെ അത് സറണ്ടർ ആയ പോലെ പറഞ്ഞു, എനിക്ക് 25,000 തന്നാൽ മതി, ഞാൻ പാടിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീണ്ടും ദാസേട്ടന് വീണ്ടും പാട്ടുകൾ കിട്ടുന്നത്. ഒരു കാലഘട്ടത്തിൽ ദാസേട്ടൻ്റെ പാട്ടില്ലായിരുന്നു, ഇവരെ കൊണ്ട് നമ്മൾ പാടിച്ചത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണെങ്കിൽ, ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കാസറ്റിന് 5 പാട്ട് വേണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇതിനകത്ത് 4 പാട്ടേ ഉള്ളൂ, ഒന്നുകൂടെ ഫില്ല് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചു, ഈ പാട്ടിൻ്റെ ഒരു ഫീമെയിൽ വോയിസും കൂടെ നമുക്ക് ചെയ്യാം. അങ്ങനെ ചിത്രയെ വിളിച്ച് പൂമാനമേ എന്ന പാട്ട് നമ്മൾ പഠിക്കുന്നു. പിന്നീട് അത് നമ്മൾ ആലോചിച്ചിട്ട് മമ്മൂട്ടിയുടെ സുമലതയുടെ അനിയത്തി ഉർവശി കഥ എഴുതുമ്പോഴത്തേക്കിന് അവരുടെ മധുവിധ കാലത്ത് ലേഡീസ് വോയിസും, മമ്മൂട്ടി തിരിച്ചു വന്ന് യഥാർത്ഥമായിട്ടുള്ള കഥ പറയുമ്പോഴത്തേക്കിന് ഈ മെയിൽ വോയിസും കിട്ടും. പക്ഷേ ആ പാട്ടിനാണ് ചിത്രയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത്. അതൊരു വാസം പറഞ്ഞാൽ നിമിത്തമായി ചിത്രയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ദൈവമായിട്ട് ഒരുക്കിയ ഒരു പാട്ടായിട്ടാണ് ഞാൻ കരുതുന്നത്. ഷിബു ചക്രവർത്തി എന്ന ഗാനരചയിതാവിനെ ഏറ്റവും കൂടുതൽ നമ്മൾ തിരിച്ചറിഞ്ഞത് ശ്യാമ എന്ന ചിത്രത്തിലെ ഗാനത്തോടുകൂടിയാണ്. ഈ അനുഭവം സാറ് നമുക്കായി പങ്കുവെക്കും.